തമ്മിൽ പടി പൊടിച്ചിട്ടില്ല കടിമഴകൾ തടി നിറത്തിട്ടില്ല വെള്ളപരം പെട്ടപ്പെട്ട ചില തലക്കുന്ന ചില പയൽക്കര ചില്ലുമ ചിലനികൾ തല തിരിച്ചില്ലുമ ചില പേർ തലക്കും തല നീക്കി പുറത്തീറ്റി സഭകൾ അവരിലെ തക്കം മൊളിയൂക്കി സബുറാക്കി നടയാൽ നടകൊണ്ട് രാജന്റെ ദിക്കുംപെടുത്ത് മലിക്കിന്റെ പൊതിലെ റൂളാൽ കൊണ്ട് പുകപ്പെടുകും പുതശ തുടികൾ മുഷി മുതിരുവിൻ അണ്ടുകൊണ്ടാൻ അവർ പിണ്ട നടൽ പടിക്കൊണ്ടർ ചെണ്ടയിലൊരുക്കമായി കണ്ടത് പെട്ടികൾ പഞ്ചി പഞ്ചി പറ സംകുത് തേടി മുഷേക്കമായി പൊങ്കിട്ട് പിടിച്ചൂളം വെള്ളി വെള്ളി മഹത്താളം ചങ്ങൽക്കെല്ലാം പറ്റി താളം ചങ്ങൽകൃത ബലമേണോ എന്ത് സന്തതി മടന്ത ബന്ധുക്കൾ മികந்த എന്നത് ചന്തതാൽ ബന്ധിയിൽ തെകിൽ പന്തു പന്തു നന്ദു പിന്തി പട ബന്ധമായി ദന്തമെന്തൊറിയാടി യൗവരം മതിലാടി ഇന്ദിരക്കനിയോടി ഇവ മലക്കിൽ പാടി എന്തെങ്കിലും മനസ്സിലായോ ഇല്ലല്ലേ ഇല്ല കൗസർ സക്കാഫി ഒരു സുബ്ബാനൊരു പാട്ടാണ് ആ പാട്ടാടിയപ്പോ പറഞ്ഞു അസ്രഫ് ജിയാരെ എന്നോട് ഒരു മനസ്സിലാകണ പാട്ടാടിക്കൊണ്ട് പടപ്പാട്ട് മോയിൻകുട്ടിയുടെ പാട്ടുണ്ട് മോയിൻകുട്ടിയുടെ പാട്ടിന് പ്രത്യേകത എന്താ നിങ്ങള് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കുറേശ്ശിപ്പട വരുമ്പോ അഥവാ ശത്രുക്കൾ വരുമ്പോ അവര് ബാൻഡ് ചെണ്ട ദഫ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ദഫിന്റെ സൗണ്ട് ബാൻഡിന്റെ സൗണ്ട് പാട്ട് കൊടുത്തു വജയോട് ധ്വനികൾ ദഫുകളും കൈമണി ധ്വനികൾ ദാശകളാ ഒരു ഭാഗത്ത് തക്ബീർ മുഴക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് തക്ബീർ മുഴക്കി ഒരു ഭാഗത്ത് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വരുമ്പോൾ അപ്പുറത്ത് ഈറ്റുകൾ വരുന്ന അങ്ങനെ ദഫ് ദൽ ദിൽ 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 അപ്പോൾ ഒരുത്തന്റെ ബാൻഡ് ഡും ഡും അപ്പൊ വേറൊരുത്തൻ ചെണ്ട വേറൊരുത്തൻ വീണ അങ്ങനത്തെ വരവ് അങ്ങനെ തന്നെ മൊയ്ൻകുട്ടി പരിപാടി ആ പാട്ടിൽ ബദർപ്പടയിൽ മൊത്തം അങ്ങനെയാണ് ഓരോ രംഗത്തിനും അതിനനുസരിച്ച പാട്ട് രണ്ട് ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത് ഉത്ബത്ത് ശൈബത്ത് വലിയ ഈറ്റുകളെ ശരിയാക്കിയിട്ട് കൊണ്ടുപോയില്ലേ ഇവര് അവിടുന്ന് കൊല ചെയ്യപ്പെട്ട് അതേ സമയത്ത് ഉബൈദത്ത് റളിയല്ലാഹു തആല വിട്ടുകൊണ്ടപ്പോ ആ സ്വഹാബിനെടുത്തിട്ട് കൊണ്ടുപോകാണ് ആര് സ്വഹാബി കൊണ്ടുപോകുമ്പോ ആ സങ്കടത്തിലുള്ള പാട്ട് അങ്ങനെ തന്നെ പുകിന്താരും അതിക്ഷീണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി സുഗന്ധിയുൾബൈദത്തെ എടുത്തത് അമ്മ
ചുരിந்து വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നിശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ തെളിവൊരു ഷഹീദാമോ അനപ്പൊന്മാനെ വിഷമിച്ച് ചോദിക്കാണ്. ആ ബദർ യുദ്ധക്കളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഞാൻ ഷഹീദിൽ പെടുമോ? ആ ചോദ്യം അങ്ങനെ തന്നെ. ഇവർ പൊരുതുന്ന നേരോ ധീരരായി പൊരുതുമ്പോ ഇരുപുറം നിലേക്കവേ ഹംസ ഷൈബത്തുമായി തിരക്കവേ ഒരു മാരി ശരി ഹംസതാൻ അടുക്കവേ ഒരു ബത്തെ കോടൈ കൂടനെ തടുക്കവേ ഈറമുറ്റി കൂട്ട് ശൈബത്തെ കുത്തി താൻ ഒഴുതി ഹംസ പാടുകൾ തല്ലടിത്തിട്ടൊണ്ടടുത്ത് കടം പണ്ട് നീട്ടും അണ്ടം പണ്ട് ചാട്ടും കണ്ടം വീണ്ട ആടിൽ കൊണ്ട് തുടർപ്പിനെ കണ്ടു കാടാ തടിക്കേട്ട് പിന്നെ പല്ലി പാടുമേ തിരിച്ചോടുരേ തൊഴിൽ കർഷനെ മാലേ തിരുപ്പൂരം ബഹുയറിനാൽ നിലേക്കവേ ഇകൾ ഹംസ ഷൈബത്തുമായി തിരക്കവേ ഒരു മാരി ശരി ഹംസതാൻ അടുക്കവേ ഒരു ബത്തെ കോടൈ കൂടനെ അടുക്കവേ അതങ്ങനെ തന്നെ പാട്ട്. വേറൊരു രസമുള്ള പാട്ടുണ്ട്. നിങ്ങൾ ഈ സ്ത്രീകള് അടി കൂടുന്ന കണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കണ്ടോ? മലയാളം സ്ത്രീകളെ തല്ലുകൂടുന്നത് കണ്ടോ? എന്താ പറയാ? തല്ലുകൂടുന്നത് എന്താ പറയാ? പിണക്ക്, അടി, അടി ഇടി. ഇയാൾക്കെല്ലാം നമ്മളെ സ്വന്തം ആളാ ഖാദർ. ഇതൊക്കെ ഈ ഇടിക്കൽ നിങ്ങൾ എവിടെയും കണ്ടുകണോ? യെസ് ഓർ നോ? ഒന്നുകിൽ കണ്ടെന്നറിയാം, അല്ലെങ്കിൽ കണ്ടിന്. എന്നാല് സ്ത്രീകൾ തല്ലുകൂടൂല, സ്ത്രീകൾ അടിക്കൂല. സ്ത്രീകൾ അടിക്കൂല. 1400 കൊല്ലം മുന്നേ അടിച്ചിട്ടില്ല. പിന്നെ ഇപ്പള തല്ലൂല. എന്റെ നാട്ടിലും നിങ്ങളെ നാട്ടിലൊക്കെ സ്ത്രീകൾക്കൊരു ഐറ്റം സൗണ്ട് ഉണ്ട്. എപ്പം നിങ്ങള് കൂറ, പല്ലി, ചേരട്ട ഇതിനൊക്കെ കണ്ടാലും സൗണ്ട് വരില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്, കുട്ടികളുണ്ട് ഇല്ലേ? ആ സൗണ്ട് അതെല്ലാ നാട്ടിലും ഉണ്ട്. പെണ്ണുങ്ങൾ തല്ലുകൊടും ഇങ്ങനെ ഉണ്ടാകും, മുടി പിടിക്കുക ചെയ്യും. മോയിൻകുട്ടി പാട്ട് പറഞ്ഞു, നിന്റെ മകമൊന്നും അല്ല. എന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിന്റെ തട്ടത്തും കൂടെ ഒരു ചേരാട്ടങ്ങനെ വന്നു. ഈ കുട്ടി അത് കണ്ടിട്ടില്ല, അപ്പുറത്തുള്ള കുട്ടി കണ്ടിട്ട് ഈ സൗണ്ട് എല്ലാ നാട്ടിലും ഇവിടെ ഉണ്ട്. മനസ്സിലായി? കുട്ടികൾ പറഞ്ഞാലുണ്ട്. 1400 കൊല്ലം മുന്നേ അവിടെ ഉണ്ട്. എവിടെ? ബദറില്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 2 സഹാബികളെ പറഞ്ഞേക്കാണ്. എന്തിനെന്നറിയോ? മദീനത്ത് അബൂ സുഫിയാനും പാർട്ടിയും എപ്പോഴാണ് എവിടേക്ക് എത്തുക? പിന്നെ ബദറിലേക്ക് എത്താൻ അറിയണം. ആ അറിയുന്നത് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിട്ട് 2 സഹാബികളെ പറഞ്ഞേച്ചപ്പോ 2 സ്ത്രീകൾ അവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഷണ്ട കൂടാണ്. അടിയില്ല. അടിപെട്ടി കൊത്തി പൂടിത്താരോ അണை താലിയും മാലെ അറുത്താരോ പിടിപെട്ടിയ സിന്നം കാണിത്താരോ ചട്ടയും കീറ പേടുത്താരോ അടിപെട്ട് കൊത്തി പിടിത്താരോ അണை താലിയും മാലെ അറുത്താരോ പിടിപെട്ട് സിന്നം കാണിത്താരോ പിച്ച ചട്ടയും കീറ പേടുത്താരോ പൂടെ കെട്ടി മാറിന്തിട്ടും കരുഷത്തിൽ കാശിയിൽ കൂടെ വീഴുന്നിട്ടും ഇടറി പീഡന്താവൾ പിന്നും നീളുന്നിട്ടും ഇരുപേരും ഒട്ട് മായങ്കി നീളുന്നിട്ടും പിണ്ടാട് കാടം കൊണ്ടോളി കൊണ്ടേ കാടത്തിനെ ഷണ്ടായിടി കുറി കുറിയത് ആരാനും കേട്ടോടി ഉണ്ടല്ലോ മാനെ കേടുന്നു മേടി പുരാ പാര്യം പുരാ വെളി താരു മേടി അടിപെട്ട് കൊത്തി പിടിത്താരോ ആനെ താലിയും മാലെ അറുത്താരോ പിടിവെട്ട് സിന്നം കാട്ടിത്താരോ പിച്ച ചട്ടയും കീറ പെടുത്താരോ അടിപെട്ട് കൊത്തി പിടിത്താരോ. വെള്ളത്തിലെന്ത് വേണം? അടിപെട്ട് കൊത്തിപ്പിടുത്താരോ പിച്ച ചട്ടയും പായം കയറിയും. അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്ത നല്ല കാലം. പിച്ച ചട്ടയും കീറി. പിന്നെ സിന്നും കടിത്താരോ.
പല്ലുകൊണ്ട് കടിച്ച്. ഇപ്പോഴും അങ്ങനെ തന്നെ പെണ്ണുങ്ങൾ തല്ലുവിടുമ്പോ ഒരുത്തിന്റെ മുടി പിടിക്കും, മറ്റേ മുടി ഇങ്ങോട്ടും പിടിക്കും, മറ്റേ പെണ്ണ് ഇങ്ങോട്ടും പിടിക്കും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മോയിൻകുട്ടി വിതരെ പരിപാടിയൊക്കെ ഓരോ രംഗം അത് അങ്ങനെ തന്നെ. ഇനി അതും എല്ലാം കൂടെ പറയുമ്പോൾ സുബഹിയായി പോകും. നമുക്ക് ട്രെയിന് കല്ലാണ്. അപ്പൊ മംഗലാപുരത്തെ തന്നെ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. എന്നാ നിങ്ങൾ കേൾക്കണം, അബൂജഹലിന്റെ നെഞ്ചത്തൊരു സഹാബി അബൂജഹലിനെ ശരിയാക്കാൻ പോവാണ്. ആ നേരത്തും മമ്പത്തരം വിട്ട് ഒരൊറ്റ പഹയനെ ദുനിയാവുള്ളൂ. ഫിറഔനെ ചാകാൻ നേരത്ത്, ഓനെ വെള്ളത്തിൽ മുങ്ങാൻ നേരത്ത് ആമൻതു ബിറബ്ബി മൂസാ വ ഹാറൂൻ വിളിച്ചിരുന്നു. അബൂജഹൽ അപ്പോഴും മമ്പത്തരടിക്കാം, എന്റെ വാള് കൊണ്ട് എന്നെ മുറിച്ചാൽ മതി, എനിക്ക് അപമാനമാണ് നിങ്ങളെ വാള് കൊണ്ട് മുറിക്കണം അമ്മ. എന്നിട്ടോ എന്റെ എവിടെ മുറിക്കത്ത്, പക്ഷെ താഴത്ത് മുറിക്കണോ അല്ലേ, എന്നിട്ട് കണ്ടിട്ട് പേടിക്കണം. ഓന്റെ നെഞ്ഞിട്ട് കീറി ഇരുന്നിട്ട് ആ സഹാബിന്റെ ആ രംഗം നോക്കി നിങ്ങള്. കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മുടാ കേളടാ തുടി തുടിക്കും പകയാ കടി കടിക്കും ചകയാ തുടി തുടിക്കും പകയാ കടി കടിക്കും ചകയാ ജഗലെ കേളടാ ജഗലെ കേളടാ ചാളി ചാകത്ത പോലെ മോളി കിടപ്പവനെ നന്യ അതും നാളും മഗസാക്കല്ല കേളടാ ചടയാ മുടാ കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മുടാ കേളടാ തുടി തുടിക്കും പകയാ കടി കടിക്കും ചകയാ തുടി തുടിക്കും ചകയാ കടി കടിക്കും ചകയാ ജഗലെ കേളടാ ജഗലെ കേളടാ കിടപ്പവനെ നാളും യാതുവല്ല നാളും മഖസാക്കല്ല നാളും മഖസാക്കല്ല കേളടാ ചടയാ മുടാ കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മുടാ കേളടാ ആട്ടും കേറി വനത്തിൽ കൂടെ നീ പുറപ്പെട ഒന്നിന അതുവല്ല അരിമാച്ചന്തബ കേളടാ ചടയാ മുടാ കേളടാ കേളടാ അബൂജാഹിലെ കേളടാ കൊടിയ കേടാ കേളടാ ചടയാ മുടാ കേളടാ തുടി തുടിക്കും പകയാ കടി കടിക്കും ചകയാ തുടി തുടിക്കും പകയാ കടി കടിക്കും ചകയാ ജഗലെ കേളടാ അബൂജഹലിന്റെ നെഞ്ഞത്ത് കണ്ടിപ്പ അങ്ങനെ ഉണ്ടടാ ഈ കിടന്നില്ലേ. ഓൻ എവിടെ പോകുന്നു? മുഹമ്മദ് മുസ്തഫ ആദ്യത്തിന്റെ അങ്ങനത്തെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. എന്നാൽ അതൊന്നുമല്ല. ചില ആൾക്കാർക്ക് എന്ത് വേണമെന്നറിയോ ഉസ്താദേ, ഈ അറബി പാരിസൊക്കെ ഉണ്ടല്ലോ, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ പാടുണ്ടാവും മൊബൈലിലോ അല്ലെങ്കിൽ വല്ല ബോക്സ് ഒക്കെ വെച്ചിട്ട് ഒരക്ഷരം അറിയില്ല. അറിയോ അറിയോ എവിടെ അറിയണേ? മലയാളത്തിലുണ്ട് അറിയാത്തത്. മലയാളത്തിൽ അറിയാത്ത പാട്ട് അഞ്ചഞ്ചും അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായി ആയതുള്ളും ദിനമില്ലേ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായി അഞ്ചുടും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായി അഞ്ചുടും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായി വഞ്ചികളടി മുടി വാങ്ങിയോരും വായിന്റെ പൊങ്ങിയ അറിവിസി വീരും വഞ്ചികളടി മുടി വാങ്ങിനയോരും
والدك شيل والله ما كان الوالد كلهم ويا نبي حبيبي كله والله ما كان الوالد كله ويا نبي حبيبي كله കാരൻ കോട് ചാമർകാലൻ കേളിൽ മഹാപ്രവാചക പൊങ്കും കത്തിയിട്ടിട്ട് അപ്പോൾ കണ്ടത്തിൽ സപ്പോണ്ട് കുതിരകൾ അപ്പോൾ കണ്ടത്തിൽ സപ്പോണ്ട് കുതിരകൾ കൃഷ്ണവർണ്ണ മുടിടപെടുവേ അടടി എങ്കും പുഷ്കാരത്തെ വൃത്തിയിടകൾക്ക് ഒക്കെ വിതേടി ഓടി അമലയിൽ ചുടരുകൾ പള പള തന്നെ വിണ്ടും അമലയിൽ ചുടരുകൾ പള പള തന്നെ വിണ്ടും വിട്ട തിജുത്തി തരിത്രി പതോലിടു വടലമരോറുകൾ അടലമരോറുകൾ ഹരവനര അമരസുര ഹരിരാജ തുജിനകം ചിത്രി പർവച്ചോ ആകത്തൊത്തിട്ടാണ് ബാഹകലക അനുദിനം കതിർവാദി ബദർവാട് സ്വഹാബുകൾ അനുദിനം കതിർവാദി ബദർവാട് സ്വഹാബുകൾ ജിങ്കകൾ വർക്ക് പുത്ത് കരുവേ തിപ്പിട്ടാണ് ഖുറൈശികൾ ഹദറിലെ നദറിൽ ഇരഹര ഹരിഹരി നന്ദം ഹദറിലെ നദറിലെ ഇരഹര ഹരിഹരി നന്ദം പത്രപിത്ത് അച്ചി ചുഗപ്പി തിചാടി പിടിവേട പ്രതിപൂർണ പിടിവേട പ്രതിപൂർണ പിടിവേട പ്രതിപൂർണ അങ്ങനത്തെ പാട്ട് കേട്ടാലേ കാര്യം കിട്ടുന്ന പാട്ടുണ്ട് മദ്ഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദ്ഹ് കേട്ടാൽ ഒരു കാര്യം ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ദീപിലെ നിറാറിന്റെ പാട്ടിനല്ലോ മദ്ഹ് കൽബിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിറഞ്ഞാല് പിന്നെ നമ്മളെ ദുനിയാവും ആഖിറവും സന്തോഷമാകും അയാളെ പാട്ടിൽ അങ്ങനെ ഒരു വരിയുണ്ട് അത് കാമുകനോടാണെങ്കിൽ അത് ഭാര്യയോടാണ് അത് ഉമ്മയോടാണ് അത് അല്ല ഔലിയാക്കളോടാണ് അത് അല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ നോക്കി നിങ്ങൾ ഇരുളാർന്ന ജീവിതം ഇല്ലാതാക്കി ഇടറുമ്പോൾ ചാരത്തുണ്ടാകും നോക്കി ഇഷ്കാലേ ഇടുനെഞ്ചിൽ താമസമാക്കി ഇന്നെന്റെ നിശയെ മനോഹരമാക്കി ഇരുളാർന്ന ജീവിതം ഇല്ലാതാക്കി ഇടറുമ്പോൾ ചാരത്തുണ്ടാകും നോക്കി ഇഷ്കാലേ ഇടനെഞ്ചിൽ താമസമാക്കി ഇന്നെന്റെ ദിശയെ മനോഹരമാക്കി പടച്ചോനെ നിക്ക് സൗഭാഗ്യം നൽകി പകരം വെക്കാൻ കാടി യാതൊരു ഭംഗി 14 രാവും തോൽക്കുന്നൊരു ഭംഗി പൊന്നും മിന്നും അല്ലതിനേക്കാൾ ലംഘി ഇരുളാർന്ന ജീവിതം ഇല്ലാതാക്കി ഇടറുമ്പോൾ ചാരത്തുണ്ടാകും നോക്കി ഇഷ്കാലേ ഇടനെഞ്ചിൽ താമസമാക്കി ഇന്നെന്റെ ദിശയെ മനോഹരമാക്കി മനസ്സോടുകൂടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചാല് ഇങ്ങനെ കൽബിൽ നിറഞ്ഞാല് രാത്രി കിടത്തുറങ്ങുമ്പോഴും അവിടെ നിന്ന് വരും അവിടുത്തെ കാണാൻ കഴിയും ഇതൊരു സന്തോഷം ഉണ്ടാകും അങ്ങനത്തെ പാട്ടുണ്ട് ചിലർക്ക് അതൊന്നും വേണ്ട ഉസ്താദെ ഖബറിന്റെ പാട്ടുണ്ട് ഖബറ് പഴയ പാട്ടുണ്ട് പരൻ വിധിച്ചുമ്മ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടോ നാട്ടിലേ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ കബറെന്ന ഭയങ്കര വീട്ടിലെ വീട്ടിലെ മെത്തി വിരിഞ്ഞു നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് ഇലയും നെൽ തണ്ണീരതും ചേത്ത് മണ്ണതിനാലെ അടവാകും കബർ ബാഹു ജോറിലേ അടവാകും കബർ ബാഹു ജോറിലേ ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഒറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു
ഉലകത്തിൽ തണി എന്നിൽ ആരെന്ന് ഉലകത്തിൽ തണി എന്നിൽ ആരെന്ന് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മയ്യത്തായി കിടക്കുന്നത് നമ്മളാണ്. നമ്മൾക്ക് കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, കാമുകനുണ്ട്, കാമുകിയുണ്ട്, എല്ലാവരും ഉണ്ടായിരിക്കാം. മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെച്ച് നിൽക്കുമ്പോ ഈ മയ്യത്ത് കബറിൽ ഒറ്റക്കാണ്. ഒറ്റക്ക് കബറിൽ പോയി കിടക്കുമ്പോ ഉമ്മാക്ക് പേടിയാണ്, എന്റെ ഭാര്യക്ക് പേടിയാണ്, എന്റെ ബാപ്പാക്ക് പേടിയാണെന്ന് ആരും പറയൂല. ആ നേരത്തെ പറയുന്ന വാക്ക് ഒന്നാണ്, എനിക്കിനി ആരാണ്, എനിക്കിനി ആരാണ്, ഈ ദുനിയാവിൽ നിൽക്കുന്ന നമുക്കിനി ആരാണെന്ന് നമ്മൾ ചോദിക്കുമ്പോ ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യർക്ക് എന്താ ബാക്കിയുള്ളത്? മുത്തം മുത്തം കൊടുത്ത് മുത്തവും വാങ്ങി മുത്തിലും മുത്തിലുമായി പൂറ്റി വളർത്തിയ പൊന്നുമോനവിടെ, ആശിച്ചോനെവിടെ? ഓനെ കാണാനില്ല. നൊരപ്പിൽ പടർന്നും പുളകം ചൊരിഞ്ഞും സ്വച്ഛാനുരാഗത്തിൻ നദിയായി ഒഴുകിയ പ്രിയ സഖിയെവിടെ? ഓളെ കാണാനില്ല. താനും താൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും ഖബറിനുള്ളിൽ. അപ്പോഴാണ് ഈ മജ്‌ലിസിന്റെ ഫലം അറിയുന്നത്, അപ്പോഴാണ് സ്വലാത്ത് ചൊല്ലിയതിന്റെ ഫലം അറിയുന്നത്. സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യ, നിന്റെ ഖബറിൽ പുഴുക്കൾ വരൂല. നിങ്ങളൊരു 100 സ്വലാത്ത് ഒന്നും ചൊല്ലോ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരു കിതാബിൽ ഞാൻ കണ്ടതാണ്, 1-ന് 10, 10-ന് 100, 100-ന് 1000 കൂലി. 1000 സ്വലാത്ത് എന്ന് ചൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ശരീരം അല്ലാഹു തആല നരകത്തിനെ തൊട്ട് ഹറാമാക്കിയിരിക്കുന്നു. ഞാൻ കണ്ടതാണ് ഹദീസ്. 1000 സ്വലാത്ത് ചെല്ലാൻ ഒരു 1.25 മണിക്കൂർ, 1.5 മണിക്കൂർ അത്രേ ആവശ്യമുള്ളൂ. 24 മണിക്കൂർ ഇവിടെ ഇല്ലേ? ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ തിരിഞ്ഞു കളിക്കുകയാണ്. ഒരു കഥ, ഒരു ചങ്ങായി ഒരു നോവൽ പോലെ ഒരു കഥ എഴുതി. ആ കഥ ഒരു പാട്ടാക്കിയിട്ട് DP ഉണ്ടാക്കിയാണ്. കാരണം സ്വീപ്പ് ഉണ്ടാക്കണം. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. നട്ടം തിരിയും മട്ടിലിരിക്കണ കടയിൽ മത്തിപിടിത്തൊരു ശൈത്താൻ വന്നാണ്. അടിപിടികടി പിടിയാണ് അവനുള്ളിൽ വിട്ടും കുത്തും കൊള്ളക്കൊലയിൽ പെട്ടൊരു നാട്ടിൽ നൂലാ മലകൾ അങ്ങനെ വന്ന് പിണഞ്ഞാനേ. എന്താ വന്നൊരു ഫോണ്, പഴയ പാട്ട് പാടണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 11 മണിക്ക് നിർത്തണമെന്ന് കരുതിയത്. എന്തായാലും നിർത്താൻ പറ്റും. 11:10 നിർത്തണം, നല്ല പോകാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇങ്ങനെ സ്വീപ്പ് ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ട്. അപ്പുറത്ത് പ്രശ്നം അതിനൊന്നും നിൽക്കണ്ട. ഉള്ള സമയത്ത് മൊബൈലിൽ നോക്കിയിട്ട് 2 മണിക്കൂറല്ലേ വാട്സാപ്പിന്റെ ചാറ്റിംഗ് അല്ലേ? വാട്സപ്പ് ആവശ്യമാണ് ചിലപ്പോൾ. ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഷിഹാൻ ഉണ്ടല്ലോ, നമ്മളെ കൂട്ടുകാരനാണ്, കുറെ എന്റെ കൂടെ പാടിയിട്ടുണ്ട്. നല്ല നാത്തുകാരനാണല്ലോ. അവരെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ അവരെ കുടുംബത്തിൽ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പറ്റും. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇവരെ മോനുണ്ട്. മോന്റെ പേരെന്താ? ഗൾഫിലുണ്ടല്ലോ മോന്.
ഓനോ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഷിഹാനും കുടുംബത്തിനൊക്കെ അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ. ആമീൻ. ദീർഘായുസ്സും ആഫിയത്തും എല്ലാവർക്കും നൽകി ആഖിബത്ത് അല്ലാഹു തആല നമുക്ക് അവർക്ക് നന്നാക്കി തരട്ടെ. അപ്പോൾ ഉണ്ടല്ലോ അത് ചാറ്റിംഗ് ആവശ്യമാണ്. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ നോക്കാണ്. ഇപ്പൊ ഇതിലുള്ള ഗ്രൂപ്പ് ഒരു 15-20 അല്ല 30-40 ഗ്രൂപ്പ് ഉണ്ടാവും. എന്റെ പരിപാടി നല്ല ക്ലിയർ ചാറ്റാ. കാരണം നോക്കി കഴിഞ്ഞാല് സുബഹി വരെ നോക്കിയാൽ ഇത് തീരില്ല. ഓരോരുത്തർ കംപ്ലീറ്റ് ഉസ്താദുകൾ നോക്കാത്ത നോക്കുക വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ പറയുന്നൊരു ആ സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുത്താലും ഒരു ദിവസം അതാ നിങ്ങളൊരു രംഗം ചിന്തിച്ചു നോക്കി. രണ്ട് ഭാഗത്ത് ഇങ്ങനെ ആൾക്കാർ കൂടി നിന്നിട്ട് പറയും ദപ്പ വരും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആവേശം സ്വലാത്ത് തോനെ ചൊല്ലിയാൽ ഒരു രാത്രി കിടക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ഇപ്പൊ വരുമ്പോ ആദ്യ സുഗന്ധം കണ്ട് അടിക്കും. എന്താ സുഗന്ധം അറിയോ? പറയാൻ കഴിയൂല. പറഞ്ഞില്ലേ ആ വരുന്ന പ്രകാശിക്കുന്ന ചന്ദ്രനാണെന്ന് തോന്നിപ്പോകും. വല്ലാത്തൊരു സ്റ്റൈലാണ്. ബിരുകം നല്ല കട്ടിയുണ്ട്. സുർമയിട്ട കണ്ണാണ്. സ്മൂത്താണ്. എന്താണെന്നറിയോ? എന്ത് രസമുണ്ടെന്നാ. അടിവച്ച് ഇങ്ങനെ നടന്നു വരുന്ന കണ്ടാല് മുഅ്മിനീങ്ങളെ ഇനി കണ്ട് കൈ പൊന്ന് പിടിച്ച് മൊത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വലാത്ത് ചൊല്ലിയോക്കി കാണും. ദുനിയാവിൽ ഒരാൾക്കും സ്റ്റൈലില്ല, ദുനിയാവിൽ ഒരു സുഗന്ധമില്ല. എന്റെ റസൂലിനെ കാണാൻ എന്ത് രസം, എന്റെ ഹബീബിനെ കാണാൻ എന്ത് ഹരം. കണ്ടോക്കി അല്ലാഹു തആല നമുക്ക് ഈ കൈ പിടിച്ച് മൊത്തം തൗഫീഖ് തരട്ടെ. ഓ എന്ത് രസമുണ്ടെന്നാ ഒന്നും പറയാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല. നമുക്കൊന്നും വർണ്ണിക്കാൻ കഴിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ടിട്ടില്ലല്ലേ? അല്ലാഹു തആല കാണാൻ തൗഫീഖ് കുറെ വട്ടം കാണാൻ തൗഫീഖ് തരട്ടെ. ആമീൻ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മൊത്തം മദീനത്ത് കുടുംബസമേതം പോകണ്ടേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നല്ലോണം സലാത്ത് ചെല്ല, ദോഷം വെറും. എന്റെ മജ്ലിസിൽ പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആ പരംവിധി ചുമ്മാ വിട്ട് പാട്ട് പാടിയില്ലേ, ആ പാട്ട് പാടിയത് എന്തിനാന്ന് നിങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് ഈ മജ്ലിസിലുള്ളവർ ചുരുങ്ങിയത് 100 പ്ലീസ് ചെല്ലോ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തീരുമാനമാക്കിയ പരിപാടി വിജയിച്ചു. 8 കൊല്ലം കഴിഞ്ഞിട്ട് ഗൂഡലൂർ പരിപാടി കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു താത്ത പറയാണ്, അതെ അന്ന് തുടങ്ങിയ സലാത്ത് ഞാൻ ഇപ്പോഴും ചെല്ലും. 8 കൊല്ലം ഒരു ദിവസം 100 ആണെങ്കിലും 3000 സലാത്ത് മാസായില്ലേ? മാസത്തിൽ 3000 ആയില്ലേ? 10 മാസം ആകുമ്പോ തന്നെ 30,000 ആയില്ലേ? 10 കൊല്ലാകുമ്പോൾ 3 ലക്ഷം ആവൂല്ലേ? അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നേ നഷ്ടൊന്നുമില്ല കേട്ടോ ഇൻഷാ അല്ലാഹ്. എത്ര സ്വലാത്തുകൾ ചൊല്ലിടണം തങ്ങളെന്നെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ അത്രമേൽ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനായി കറിയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ. നിന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ. എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ, നിർവഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിടണേ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ, നിർവഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിടണേ. ഈറുന്ന മനസ്സിൽ കുളിർ വീശി തരണേ, നിഅമത്തും റഹ്മത്തും നിറക്കെന്റെ പരനെ. പരമദയാപരനായൊരു സുബ്ഹാനേ, എൻ ഖൽബിനുള്ളിൽ പടരും വേദന തീർക്കുന്ന റഹ്മാനേ. അല്ലാഹുവല്ലാതാരുമില്ല രക്ഷകനിക്ക് ആദിയോനെ. ഇന്നെനിക്ക് കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ. എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനെ. വെട്ടും കൊടുവാളും കടിപിടി കൂട്ടും പുലിവാലും ഇടപെടയോട്ടം പാലേ കാലം മാറി. അടിപിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടും പുലിവാലും ഇടപെടയോട്ടം പാലേ കാലം മാറി. തമ്മിൽ
തല്ലിപ്പിരിഞ്ഞ് തല്ലി ചോര ചൊരിഞ്ഞ് എല്ലാം മുള്ളായി മേലിഞ്ഞ് മാറി മനസ്സിൽ ഇബ്ലീസ് കടക്കും നേരോ മനുഷ്യൻ മനുഷ്യനെ വേറുതകറ്റോ മതമത്സരം തമ്മിൽ മുറുകും നേരോ മരണോ വിജയിക്കും മനുഷ്യർ തോൽക്കോ മുൽപുറാവിൽ അണഞ്ഞ ഉമ്മുൽ കിതാബിന്റെ ഉടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി മകൾ ഫാത്തിമ ബീവി മുൽപുറാവിൽ അടഞ്ഞ ഉമ്മുൽ കിതാബിനുടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി മകൾ ഫാത്തിമ ബീവി അബൂ താലിബിന്റെ പൊന്മകനായുള്ള ഹൈദറിന്റെ പൂമണവി ഫാത്തിമ ബീവി മകൾ ഫാത്തിമ ബീവി ഉമ്മുൽ ഖുറാബിൽ അടഞ്ഞ ഉമ്മുൽ കിതാബിനുടമ നമ്മുടെ നബിന്റെ മകൾ ഫാത്തിമ ബീവി മകൾ ഫാത്തിമ ബീവി ഫാത്തിമ നൂറാനി യാ സിഗ്റുൻ സിഗ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഗ്റൻ സറാനി അംബിയാക്കൾ താജുലിമായ നബിയുള്ളാന്റെ പൂക്കരളായ അമ്പിയാക്കൾ താജൊളിവായ നബിയുള്ളാന്റെ പൂങ്കരളായ ബീബി സുഹ്റ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ ബീവി സുഹറ ഫാത്തിമ ബിൻത് ഖദീജ ഫാത്തിമ പൂമലരിന്റെ മണമുള്ള നിറമുള്ള അലങ്കാര ചിരി തൂകും ഫാത്തിമ ബീവി യാരേ തങ്ങൾ കണ്ണി ഇണകത്ത് തുടകത്ത് അലമെത്തും മരിച്ചിടും ഫാത്തിമ ബീവി വലിയാരി കുടിച്ചൊരു പെണ്ണ് തിരുശോഭ വരത്തി കണ്ണ് സത്തുലിവായി ജ്വലിച്ചൊരു പെണ്ണ് മാനത്തെ പൊന്നുടിതാരം ഫാത്തിമ ബീവി ഫാത്തിമ ബീവി മാതൃക കാട്ടിത്തന്ന ഫാത്തിമ ബീവി ഫാത്തിമ ബീവി ഫാത്തിമ വാഴ്ന്ന മുറി ഉനക്ക് തെരിയുമാ ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லவா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லவா ഫാത്തിമ 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 வாழ்ந்த முறை உனக்கு தெரியுமா ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா அந்த பாதையிலே வந்த பெண்ணே നീ സല്ലമാ ഉത്തമ തിരുനബിയിൽ മകളല്ലവാ ഉത്തമ തിരുനബിയിൽ മകളല്ലവാ நமது உண்மை வீரர் அலியாரி மனைவி அல்லவா சாத்தியம் காத்து நின்ற விதயம் அல்லவா சாத்தியம் காத்து நின்ற விதயம் அல்லவா நல்ல செல்வகணம் ஹசன் ஹுசைன் அண்ணை அல்லவா அருமை அண்ணை அல்லவா ഫാത്തിമ 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 வாழ்ந்த முறை உனக்கு தெரியுமா ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா കഥ ബാരിക്ക് ബന്ദിട് കുർനി സാവരാം പരിശാനത്ത് പടിവാം ഓകെ മാം വിളമ്പിടലാം അവർ അതിരനേരുള്ള ചന്ദ്രന കതിരോണിൽ തെളിവാ കതിരോനിലും തെളിവാ ഉണ്ടണു മിഷ്കത്ത് വാരിക്കിൽ വന്നിടെ ഹൂറുനി സനവരാം പരിശാനതും വടിവാം ഉഗ്രമാം പിടം വിടലാം അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവായി കതിരോനിലും തെളിവായി മട്ടുമൂടി തൊടുക്കാൻ പോകിലോ നിജം സഞ്ചരിക്കച്ചതമോ മട്ടുമൂടി തൊടുക്കാൻ പോകിലോ നിജം സഞ്ചരിക്കച്ചതമോ അത് പൂവിലശിടുകിൽ മകകാകടം വശികേ ഇന്റെ ലൗനിയിൽ മറ്റൊരു ലൗകിൽ അതിൽ പെടുക അതിൻ കരുളാൽ ഉണ്ടണു മിഷ്കത്ത് വാരിക്കിൽ വന്നിടെ ഹൂറുനി സനവരാം പരിശാനതും വടിവാൾ ഉഗ്രമാം പിടം വിടലാം അവരന്തരമേലുള്ള ചന്ദ്രനോ കതിരോനിലും തെളിവാൽ കതിരോനിലും തെളിവാൽ കോനമറാൽ മക്കാബ് ബിട്ട് നബി പക്കാ മദീന തണവായ് അരയിലും എത്തിടുക ഇരാറുവത്ത ശഹർ വരാൽ പൊറുത്ത പിറകെ കോവർ ഹാമിദരും മിക്കോൽ
പാടി റുക്കാകിയേറിയ ചാറുകാട് പൊന്നും ചുമയായി വരുന്നു ബാന്തി പതറി തീരുന്ന വെള്ളം ഉറിന്നുരുങ്ങി കരജായ് ഹക്കാന കോനമറാൽ മക്കാവ് വിട്ട് നബി മക്കാ മദീന തണവാ ആരെല്ലും എത്തിടുക ഇരാറുപത്ത് ശഹർ വരാൽ പൊറുത്തു പിറകെ करबला शहीदे हुसैनोली यारे दूरे पदिया छुपाई युव राजा प्रधाना मदी मामा बुल कसमी मगनीय मन ममा जीवन अनुरूप में पदी करबला शहीदे हुसैनोली यारे दूरे पदी करबला शहीदे हुसैनोली यारे दूरे करबला കത്തുന്ന കർബല ഭൂമികാരഞ്ഞിടുന്ന കഥയിതു കണ്ട് കാറ്റും കാടൽ പോലും സംവിച്ചോ നിന്നിടുന്ന കത്തുന്ന കർബല ഭൂമികാരഞ്ഞിടുന്ന കഥയിതു കണ്ട് കാറ്റും കാടൽ പോലും സംവിച്ചോ നിന്നിടുന്ന അബൂജഹലിൻ പടവന്നാനെ പതിറക്കളമിൽ നിരതിന്നാനെ കോടകൾ നടുകളുമുണ്ടാനെ പിന്നെ തോക്കുകൾ പല വക കണ്ടാനെ അബൂജഹലിൻ പടവന്നാനെ പതിറക്കളമിൽ നിരനിന്നാനെ കോടകൾ നടുകളുമുണ്ടാനെ പിന്നെ തോക്കുകൾ പല വക കണ്ടാനെ മിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം യതീമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം റസൂലോരി മുഴുകിലറിഞ്ഞുള്ള മുത്തഖീങ്ങൾ കാണാൻ സ്വർഗ്ഗത്തിലെ താഴം യതീമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം ജിലാലിനിൽ കാരുണ്യം തേടി ഞാൻ കൈരണ്ടും പോക്കി കാരുണ്യമിടുന്നേ എന്റെ കൽബിന്റെ വേദന തീർത്തിടേണേ കൊള്ളുന്ന നോവിനാലുള്ളം കാരിയുന്നു പ്രിയോനേ നിന്നിൽ ശുക്രോതുന്നു കനിവിൻ തുള്ളിക്കായി കൈകൾ ഞാൻ നീട്ടിടുന്നു എല്ലാം പാടേതുള്ള അല്ലാഹു